വയറ്റുവേദന വന്നാൽ എന്തോ ചെയ്യും? മരുന്ന് കഴിക്കാമോ ഇല്ലയോ? തെറ്റാണത്, അത് തെറ്റാ. മരുന്ന് കഴിക്കാം, 100% കഴിക്കാം. കാരണം ഈ വേദന വരുന്നതിനൊരു കാരണമുണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ മരുന്നിൻ്റെ പേര് പറയും, മെഫെനമിക് ആസിഡ് എന്ന് പറയും. അതിൻ്റെ കമ്പനി പേരുകൾ വേറെയുണ്ട്. പക്ഷെ മരുന്ന് കഴിക്കാം. മോശമായ സമയത്ത് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? തുണി ഉപയോഗിക്കണം, പാഡ് ഉപയോഗിക്കണം? രണ്ടും ഉപയോഗിക്കും, ഒരു തെറ്റുമില്ല. തുണി ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല ഇല്ലേ? നല്ല ശതമാനം കുട്ടികൾ തുണിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്ത് വേണം? വൃത്തിയായിരിക്കണം ഇല്ലേ? നമ്മൾ തുണി ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയും? ചൂടുവെള്ളത്തിൽ കഴുകുമോ പച്ചവെള്ളത്തിൽ കഴുകുമോ? അല്ല, പച്ചവെള്ളത്തിലെ കഴുകുമോ. പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 തവണയെങ്കിലും മാറ്റണം, അല്ലെങ്കിൽ അണുബാധ വരും. അണുബാധയ്ക്ക് നമ്മൾ എന്തോ പറയും? സ്ത്രീകൾ എപ്പോഴും പറയില്ല, വെള്ളപ്പൊക്കം പറയും. എപ്പോഴാണ് കൂടുന്നത്? മാസമുറയ്ക്ക് തൊട്ട് മുമ്പ് 2 മാസമുറയ്ക്ക് ഇടയ്ക്ക് നനവ് കൂടും ഇല്ലേ? അത് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, അത് സാധാരണയാണ്. ഒരു കുഴപ്പം നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പം നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. മൂത്രം ഇങ്ങനെ കെട്ടിക്കിടന്നാൽ എന്ത് പറ്റും? അവിടെ അണുബാധ ഉണ്ടാകും. മൂത്രം കെട്ടിക്കിടക്കാതിരിക്കാൻ എന്തോ മാർഗമുണ്ട്? വേണോ? ആർക്കെങ്കിലും പോണോ? എന്തിനു പോണോ? വേണോ? ഓക്കെ. കാണിക്കേണ്ട ആവശ്യമുണ്ടോ? മൂത്രം ഒഴിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം ഇതെന്തുവാ? നമ്മുടെ സിമ്പിൾ ബയോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയും ഇല്ലേ? അണുബാധ വരാതിരിക്കണമെങ്കിൽ 3 കാര്യം എന്തൊക്കെയാണ്? വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണം, എപ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ പോകണം, പിന്നെ വേറെ എന്തോരം ശ്രദ്ധിക്കണം? കഴുകണം. അത് വളരെ പ്രധാനമാണ്. കൗമാരത്തിൽ നമുക്ക് ശരിക്കും 3 ഘട്ടങ്ങളുണ്ട്. 10 മുതൽ 13 വരെയുള്ള ആദ്യത്തെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കണ്ടിട്ടില്ലേ? കൊച്ചുകുട്ടി കളിച്ച് നടക്കുന്നൊരു കുട്ടി പെട്ടെന്ന് വലിയ കുട്ടിയായി, പ്രായപൂർത്തിയായി, പെൺകുട്ടിയായി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ്. ഇന്നലെ വരെ അമ്മയുടെ വാലയെ പിടിച്ച് നടന്ന പെൺകുട്ടി ഇപ്പോൾ കൂടുതലും കൂട്ടുകാരുമായിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 13 മുതൽ 16 വരെയുള്ള വയസ്സാണ്. ഇവിടെയാണ് നമുക്ക് ശാരീരിക വളർച്ചയോടൊപ്പം എന്തു വരുന്നു? അവരുടെ ലൈംഗിക പക്വത എന്ന് പറയുന്നത്. ഇപ്പോൾ ലൈംഗിക എന്ന് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അമ്മയെപ്പോലാവുന്നതോ അല്ലെ അച്ഛനെപ്പോലാവുന്നത് ലൈംഗിക വളർച്ച ശാരീരിക വളർച്ചയുടെ ഭാഗമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു പ്രയാസം വരുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. ആ കുട്ടി എന്നെക്കാട്ടി പൊക്കമുണ്ട്, ആ കുട്ടിക്ക് എന്നെക്കാട്ടി വണ്ണമുണ്ട്, ആ കുട്ടിക്ക് എന്നെക്കാട്ടി മസിലുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും? പലപ്പോഴും നമ്മൾ മോശമാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നു. അതിൻ്റെ കാര്യമൊന്നുമില്ല. ചിലർ നേരത്തെ വളർന്നു തുടങ്ങും, ചിലർ ഇച്ചിരി താമസിച്ച് വളർന്നു. 16 മുതൽ 19 വരെ ഉള്ളതാണ് നമ്മുടെ 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇത് വാസ്തവത്തിൽ നല്ല ഘട്ടമാണ്. കാരണം നേരത്തെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നു, അമ്മയായിട്ട് പിണക്കുണ്ടാക്കുന്നു, അച്ഛനുമായിട്ട് വിരോധം കാണിക്കുന്നു. ഇതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ പക്വതയായിട്ടുള്ള കാര്യപ്രാപ്തി ഉണ്ടാവുന്ന ഒരു പ്രായമാണ് 16 മുതൽ 19 വരെ.